നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂറോപ്പിനെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. യൂറോപ്യൻ രാഷ്ട്രീയത്തിന്റെ മൂല്യം തകർന്നതായി JD വാൻസിന്റെ ശാസന. UK കൂടുതൽ US വ്യാപാര നികുതികൾക്ക് വിധേയമാകുമെന്ന ആശങ്കയിൽ. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കത്തിൽ UKക്കെതിരെ വാറ്റ് അടിച്ചേൽപ്പിക്കാൻ നീക്കം. UK-യിലുടനീളമുള്ള കയറ്റുമതി ബിസിനസ്സുകൾ ആശങ്കയിൽ. അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ അമേരിക്ക തിരിച്ചയക്കുന്ന 119 ഇന്ത്യക്കാരുമായുള്ള US സൈനിക വിമാനങ്ങൾ ഇന്നും നാളെയുമായി ഇന്ത്യയിലെത്തും. ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കിയ ലോകരാജ്യങ്ങൾക്കായുള്ള US സഹായ ഫണ്ടിംഗ് മരവിപ്പ് താൽക്കാലികമായി പിൻവലിക്കാൻ ഫെഡറൽ ജഡ്ജി ഉത്തരവ്. തീരുമാനം നടപ്പാക്കാൻ 5 ദിവസത്തെ സമയപരിധി നൽകി ഫെഡറൽ കോടതി. നാറ്റോ അംഗത്വത്തിലേക്കുള്ള പാതയിലാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നിലപാട് വ്യക്തമാക്കി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഉക്രൈന്റെ ഭാവി ചൊല്ലി യൂറോപ്പും USഉം തമ്മിൽ ഭിന്നത രൂക്ഷം. UK പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഡൗണിംഗ് സ്ട്രീറ്റിലെ കുശിനിക്കാരും പണിമുടക്കിലേക്ക്. ക്ലീനർമാരും കാറ്ററിംഗ് ജീവനക്കാരും ശമ്പളത്തിനും വ്യവസ്ഥകൾക്കും വേണ്ടി പണിമുടക്ക് നടത്തുക നീണ്ട 1 മാസം. 8 വർഷം മുമ്പ് ഗോവയിലെ ഐറിഷ് യുവതി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട കേസിൽ പ്രതി വികാസ് ഭഗവത് കുറ്റക്കാരനാണെന്ന് തെക്കൻ ഗോവ ജില്ലാ സെഷൻസ് കോടതി. പ്രതിക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. കുട്ടികൾക്ക് ശ്വാസതടസ്സം. അയർലൻഡിൽ 10,000-ലധികം സൂത്തറുകൾ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ന്യൂയോർക്കിലെ സ്റ്റോൺവാൾ നാഷണൽ മോണുമെന്റ് വെബ്സൈറ്റിൽ നിന്നും പൂർണ്ണമായും ട്രാൻസ്ജെൻഡർമാരെ തുടച്ചുമാറ്റി ട്രംപ് ഭരണകൂടം. വെബ്സൈറ്റിൽ LGBTQ എന്നത് LGB ചുരുക്കി. പ്രയാഗ്രാജിൽ കാറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ 10 തീർത്ഥാടകർ മരിച്ചു. 19 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് ഛത്തീസ്ഗഡിലെ കോർബയിൽ നിന്നുള്ള സംഘം. റാഗിങ്ങിൽ ആജീവനാന്ത വിലക്ക്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ പഠനം വിലക്കും. നഴ്സിംഗ് കോളേജിന്റേതാണ് തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേന്ദ്രം അനുവദിച്ചത് ഉപാധികളോടെയുള്ള ലോൺ മാത്രമെന്ന് മന്ത്രി K രാജൻ. വയനാട് പുനരധിവാസത്തിന് 530 കോടിയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ അഭിനന്ദിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. യൂറോപ്പിനെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുക, നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിൽ പരാജയപ്പെടുക, വോട്ടർമാരുടെ യഥാർത്ഥ വിശ്വാസങ്ങളിൽ നിന്നും ഭയന്ന് ഓടുക തുടങ്ങിയ കുറ്റങ്ങൾ വൈസ് പ്രസിഡന്റ് യൂറോപ്യൻ ഭരണാധികാരികൾക്ക് മേൽ ചുമത്തി. മാധ്യമ സെൻസർഷിപ്പ് റദ്ദാക്കിയ തിരഞ്ഞെടുപ്പുകൾ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയിൽ യൂറോപ്യൻ രാഷ്ട്രീയത്തിന്റെ മൂല്യം തകർന്നതായി JD വാൻസ് ശാസിച്ചു. യൂറോപ്പിനുള്ള യഥാർത്ഥ ഭീഷണി റഷ്യ, ചൈന തുടങ്ങിയ ബാഹ്യ രാജ്യങ്ങളിൽ നിന്നല്ല, യൂറോപ്പിൽ നിന്നു തന്നെയാണെന്നും അതിനു കാരണം ഏറ്റവും അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുള്ള യൂറോപ്പിന്റെ സ്വന്തം പിൻവാങ്ങലാണെന്നും വാൻസ് മുന്നറിയിപ്പ് നൽകി. UK കൂടുതൽ US വ്യാപാര നികുതികൾക്ക് വിധേയമാകുമെന്ന ആശങ്കയിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കത്തിൽ വാറ്റ് ലക്ഷ്യമിടുന്നതായാണ് വിവരം. USുമായി ഇറക്കുമതി കയറ്റുമതിയും ഉൾപ്പെടുന്ന വ്യാപാര കരാറുകളെ ലക്ഷ്യമിട്ട് കസ്റ്റംസ് വികസിപ്പിക്കാൻ ട്രംപ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. USുമായുള്ള UKയുടെ വ്യാപാര ബന്ധം മറ്റുള്ളവരെ അപേക്ഷിച്ച് താരിഫുകൾക്ക് വിധേയമാകുന്നത് കുറവായിരിക്കുമെന്നും നിർദ്ദേശിച്ചിരിക്കുന്നു. എന്നാൽ സാധ്യതയുള്ള താരിഫുകൾ കണക്കാക്കാൻ വാറ്റ് ഉൾപ്പെടുത്തിയത് ബ്രിട്ടീഷ് ബിസിനസ്സുകളിൽ ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നികുതി പ്രഖ്യാപനത്തെ തുടർന്ന് UK-യിലുടനീളമുള്ള ബിസിനസ്സുകൾ ആഗോള വ്യാപാര യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലും ആശങ്കകൾ ഉയരുന്നു. US തീരുവകൾ വൻതോതിൽ വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ബ്രിട്ടന് കഴിയുമെന്ന് ബിസിനസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ US നിയന്ത്രണത്തിലുള്ള അന്താരാഷ്ട്ര വ്യാപാര ക്രമം UK-യുടെയും പോലുള്ള താരതമ്യേന ചെറുതും തുറന്നതുമായ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോഴും ഭയാനകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ആഴ്ച ട്രംപ് സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് 25% തീരുവ പ്രഖ്യാപിച്ചതും മാർച്ച് ആദ്യം പ്രാബല്യത്തിൽ വരുമ്പോൾ UK-യുടെ കയറ്റുമതി ഉൾപ്പെടെ ബ്രിട്ടീഷ് വ്യവസായത്തെ സാരമായി ബാധിച്ചേക്കാം. വ്യാഴാഴ്ച രാജ്യങ്ങൾ തോറും പരസ്പര താരിഫുകൾ പ്രഖ്യാപിച്ച പുതിയ നയം UK സാധനങ്ങൾ USലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഉയർന്ന ലെവികൾ ഈടാക്കാൻ കാരണമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിശ്വസിക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ അമേരിക്ക തിരിച്ചയക്കുന്ന 119 ഇന്ത്യക്കാരുമായുള്ള US സൈനിക വിമാനങ്ങൾ ഇന്നും നാളെയുമായി ഇന്ത്യയിലെത്തും. പഞ്ചാബിലെ അമൃത്സറിലെ ഗുരു രാംദാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് C-17 സൈനിക വിമാനങ്ങൾ ലാൻഡ് ചെയ്യുക. തിരിച്ചെത്തുന്നവരിൽ 67 പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ്. 33 പേർ ഹരിയാനയിൽ നിന്നും 8 പേർ ഗുജറാത്തിൽ നിന്നുമുള്ളവരാണ്.
3 പേർ UP സ്വദേശികളാണ്. രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഗോവയിൽ നിന്നും 2 പേർ വീതമാണ്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരാൾ വീതവുമാണ് തിരിച്ചെത്തുന്നത്. ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കിയ ലോകരാജ്യങ്ങൾക്കായുള്ള US മാനുഷിക സഹായവും വികസന പ്രവർത്തനങ്ങളും സംബന്ധിച്ച ഫണ്ടിംഗ് മരവിപ്പ് താൽക്കാലികമായി പിൻവലിക്കാൻ ഫെഡറൽ ജഡ്ജി അമീർ H. അലി ഉത്തരവിട്ടു. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് അത് പാലിക്കുന്നുണ്ടെന്നും തെളിയിക്കാൻ അദ്ദേഹം 5 ദിവസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകി ജഡ്ജിയുടെ വിധി രാത്രി മുഴുവൻ പേയ്മെന്റുകളും നിർത്തലാക്കുന്നത് വിദേശ US സഹായത്തിന്റെ ഭൂരിഭാഗം നടത്തുന്ന വിതരണക്കാർക്കും ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങൾക്കും കാരണമായ സാമ്പത്തിക നാശത്തെ ഉദ്ധരിച്ചു. റിപ്പബ്ലിക് ഭരണകൂടത്തിന്റെ ഫണ്ടിംഗ് മരവിപ്പിനെ ചോദ്യം ചെയ്ത ആദ്യ വിധിയായിരുന്നു ഇത്. ലാഭേച്ഛയില്ലാതെ ആയിരക്കണക്കിന് ഗ്രൂപ്പുകളുമായി, ബിസിനസ്സുകളുമായി മറ്റുള്ളവയുമായി ഉള്ള കരാറുകൾ റദ്ദാക്കുക. അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ ഒരു വിശദീകരണവും നൽകിയിട്ടില്ലെന്ന് ജഡ്ജി അമീർ H. അലി തന്റെ വിധിന്യായത്തിൽ പറഞ്ഞു. നാറ്റോ അംഗത്വത്തിലേക്കുള്ള പാതയിലാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നിലപാട് വ്യക്തമാക്കി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഇതോടെ ഉക്രൈന്റെ ഭാവിയെ ചൊല്ലി യൂറോപ്പും US തമ്മിൽ ഭിന്നത മറനീക്കി പുറത്തുവന്നു. ആവശ്യമുള്ളിടത്തോളം കാലം UK ഉക്രൈന് വ്യക്തമായ പിന്തുണ നൽകുമെന്നും സ്റ്റാമർ സെലൻസ്കിയോട് ഒരു ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു. ഡൗണിംഗ് സ്ട്രീറ്റ് വ്യക്തമാക്കിയത് പ്രകാരം ഉക്രൈനില്ലാതെ ഉക്രൈനെക്കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടാകില്ലെന്നും സ്റ്റാമർ അസന്നിഗ്ധമായി പറഞ്ഞു. ഉക്രൈന് ശക്തമായ സുരക്ഷാ ഗ്യാരണ്ടികളും കൂടുതൽ മാരകമായ സഹായവും ഒരു പരമാധികവും ഭാവിയും ആവശ്യവുമാണ്. കഴിഞ്ഞ വർഷം വാഷിംഗ്ടൺ ഉച്ചകോടിയിൽ സഖ്യകക്ഷികൾ സമ്മതിച്ചതുപോലെ ഉക്രൈനെ നാറ്റോയിലേക്കുള്ള പാതയിൽ നിലനിർത്താനുള്ള UKയുടെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. വെള്ളിയാഴ്ച ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ലണ്ടനിലെ പ്രശസ്തമായ സെലിബ്രിറ്റി വേദിയായ ചിൽട്ടൺ ഫയർഹൗസ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടും. ഇവിടെ നിന്നും ഏകദേശം 100 പേരെ ഒഴിപ്പിച്ചിരുന്നു. മേരിയിലെ ബോണിലെ ചിൽട്ടൺ സ്ട്രീറ്റിലെ റെസ്റ്റോറന്റിലും ആഡംബര ഹോട്ടലിലും ഉച്ച സമയത്ത് 6 മണിക്കൂർ നീണ്ട തീപിടുത്തം 125 അഗ്നിശമന സേനാ അംഗങ്ങളും 20 അഗ്നിശമന എഞ്ചിനുകളും ചേർന്ന് കെടുത്തിയതായി ലണ്ടൻ അഗ്നിശമന സേന അറിയിച്ചു. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ലെന്നും ചിൽട്ടൺ ഫയർഹൗസിന്റെ ഉടമ ആൻഡ്രൂ ബാലസ് സ്ഥിരീകരിച്ചു. UK പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ടൗണിംഗ് സ്ട്രീറ്റിലെ കുശിനിക്കാരും പണിമുടക്കിലേക്ക് നീങ്ങുന്നു. ടൗണിംഗ് സ്ട്രീറ്റ് നമ്പർ 10-ലെ ക്ലീനർമാരും കാറ്ററിംഗ് ജീവനക്കാരും ശമ്പളത്തിന് വ്യവസ്ഥകൾക്കും വേണ്ടി 1 മാസം നീണ്ടുനിൽക്കുന്ന തുടർച്ചയായ പണിമുടക്ക് ആരംഭിക്കും. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 25 വരെ നമ്പർ 10-ലും ക്യാബിനറ്റ് ഓഫീസിലും നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന പണിമുടക്ക് മറ്റു സർക്കാർ വകുപ്പുകൾ സമരത്തിലിറങ്ങാനുള്ള അധ്വാനമാകുമോ എന്ന ആശങ്കയിലാണ് സർക്കാർ. തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന പബ്ലിക് ആൻഡ് കൊമേഴ്ഷ്യൽ സർവീസ് യൂണിയൻ ശമ്പള വർധനവിലും അവധിക്കാല അവകാശം പോലുള്ള മേഖലകളിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തലുകൾക്കും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫെസിലിറ്റി സർവീസ് സ്ഥാപനമായ ISSൽ ജോലി ചെയ്യുന്ന ഔട്ട്സോഴ്സ് ജീവനക്കാർ വിവിധ വകുപ്പുകൾ സ്ഥിരമായി ജോലി ചെയ്യുന്നുണ്ട്. തീരുമാനം സർക്കാർ എടുക്കേണ്ടതാണെന്നും PSS പറയുമ്പോൾ അത് ISSന്റെ കാര്യമാണെന്ന് ക്യാബിനറ്റ് ഓഫീസ് പറയുന്നു. UKയിൽ സൗത്ത് പോർട്ട് കൊലപാതക ആക്സൽ റുഡകുബാനയുടെ ജയിൽ ശിക്ഷയുടെ കാലാവധി പുനഃപരിശോധിക്കണമെന്ന ഹൈക്കോടതി അപ്പീൽ ആവശ്യം തള്ളി അറ്റോർണി ജനറൽ ലോർഡ് ഹെർമർ ഹെസി. 2024 ജൂലൈ സൗത്ത് പോർട്ടിൽ വെച്ച് 7 വയസ്സുള്ള ബേബെ കിങ്, 9 വയസ്സുള്ള ആലിസ് ഡാ സിൽവ അഗ്യൂർ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ 18 വയസ്സുള്ള റുഡകുബാന ഇപ്പോൾ 52 വർഷം കഠിന തടവ് അനുഭവിക്കുകയാണ്. പ്രമുഖ ക്രിമിനൽ ബാരിസ്റ്റർമാരും ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസുമായും കൂടിയാലോചിച്ചതിനു ശേഷമാണ് തീരുമാനമെടുത്തതെന്ന് ലോർഡ് ഹെർമർ പറഞ്ഞു. 8 വർഷം മുമ്പ് ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ഐറിഷ് യുവതി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട കേസിൽ 24 വയസ്സുള്ള പ്രതി വികാത് ഭഗത് കുറ്റക്കാരനാണെന്ന് തെക്കൻ ഗോവയിലെ ജില്ലാ സെഷൻസ് കോടതി വെള്ളിയാഴ്ച കണ്ടെത്തി. പ്രതിക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ഡൊണഗൽ കൗണ്ടിയിലെ ബെൻക്രാനയിൽ നിന്നുള്ള ഡാനിയൽ മക്ഫോളിനെ 2017 മാർച്ച് ഗോവയിലെ കനക്കോണയിൽ ഒരു വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രതിയെ ശിക്ഷിച്ചതിനെ തുടർന്ന് ഒടുവിൽ തങ്ങൾക്ക് നീതി ലഭിച്ചുവെന്നും ഡാനിയൽ മക്ഫലാഫിന്റെ കുടുംബം പറഞ്ഞു. കുട്ടികൾക്ക് ശ്വാസതടസ്സം നേരിടുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് അയർലൻഡിൽ 10,000-ലധികം സുത്തറുകൾ പിൻവലിച്ചു. യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നം സുരക്ഷാ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഉപഭോക്താക്കൾ വാങ്ങിയ 15,200-ലധികം സൂത്തറുകൾ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ഈ സൂത്തറുകൾ ഉപയോഗിക്കുന്നത് നിർത്തണമെന്ന് CCPC രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഉൽപ്പന്നം ചെറിയ കഷ്ണങ്ങളായി തകർന്ന് കുഞ്ഞുങ്ങളുടെ വായിലെത്താൻ സാധ്യതയുണ്ട്. ഇത് ശ്വാസതടസ്സമുണ്ടാക്കാൻ കാരണമാകുന്നു എന്നും അവർ അറിയിക്കുന്നു. പിൻവലിച്ച സൂത്തറുകൾ വീട്ടിലുള്ളവർ ഉടൻ ഉപയോഗം നിർത്തി കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും കൈവശം എത്താതെ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്.
അയർലൻഡിൽ കാട്ടുപക്ഷികൾ പക്ഷിപ്പനി കേസുകൾ സ്ഥിരീകരിച്ചതിന് പിന്നാലെ കർഷകർക്ക് കർശന നിർദ്ദേശവുമായി കൃഷി വകുപ്പ്. കോഴിയെ വളർത്തുന്നവർ ബന്ധപ്പെട്ട കൂടുകളിലോ ഫാമുകളിലോ അവയെ പരിപാലിക്കണമെന്നും കാട്ടുപക്ഷികളുമായി സമ്പർക്കം പുലർത്തുന്നതിൽ നിന്നും അവയെ സംരക്ഷിക്കണമെന്നും കൃഷി വകുപ്പിന്റെ ദേശീയ രോഗ നിയന്ത്രണ കേന്ദ്രത്തിന്റെ തലവൻ നിർദ്ദേശിച്ചു. അടുത്ത തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഉത്തരവ് കർഷകരും കോഴി ഫാം ഉടമകളും വളരെ ഗൗരവമായി എടുക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. നിങ്ങളുടെ ജീവിതത്തിലെ ടെൻഷനുകൾ, തിരക്കുകൾ, ബഹളങ്ങൾ ഇവയിൽ നിന്നും അല്പസമയത്തേക്കെങ്കിലും നിങ്ങൾക്കൊരു ഇടവേള വേണ്ടേ? യൂറോപ്പിൽ നിന്നും അനുയോജ്യമായൊരു ഹോളിഡേ യാത്രയ്ക്കായി നിങ്ങൾ ഇടം തിരയുകയാണോ? ഇതാ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ അവധി ദിനങ്ങൾ ചിട്ടപ്പെടുത്തിയൊരുക്കാൻ, ഉല്ലാസമാക്കാൻ ഞങ്ങളുണ്ട്. ആനന്ദ് ട്രാവൽ ക്രൂയിസ് ഹോളിഡേയ്സ്. 7 ഭൂഖണ്ഡങ്ങളിലായി 360ലധികം ലക്ഷ്യസ്ഥാനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. യൂറോപ്പിൽ നിന്നും കരീബിയ, ഹവായ്, ജപ്പാൻ അങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നിരവധി ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള എക്സ്ക്ലൂസീവ് ആഡംബര യാത്രാ ഡീലുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളുടെ ഡ്രീം ക്രൂയിസ് യാത്രയ്ക്കായി ഇപ്പോൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ആനന്ദ് ട്രാവൽസിനൊപ്പം വിളിക്കുക 02085484897 എന്ന നമ്പറിലേക്ക്. വാർത്തകൾ തുടരുന്നു. ശനിയാഴ്ച മോചിപ്പിക്കുമെന്ന് പറഞ്ഞ 3 ബന്ദികളുടെ പേര് പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസ്. റഷ്യൻകാരനായ അലക്സാൻഡ്രോഫിനോ, അർജന്റീനക്കാരനായ എയർ ഹോൺ, യുഎസുകാരനായ സാഗിയോ ഡെക്കൽചെൻ എന്നിവരാണ് ഇവർ 3 പേരും. അതേസമയം 3 പേരെയും കൃത്യസമയത്ത് വിട്ടയച്ചില്ലെങ്കിൽ വീണ്ടും ബോംബാക്രമണം നടത്തുമെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലി വെടിനിർത്തൽ ലംഘനങ്ങൾ ആരോപിച്ച് മോചനം മാറ്റിവെക്കുകയാണെന്ന് ഹമാസ് പറഞ്ഞതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെ ഗാസയിൽ തടവിലാക്കിയ എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ന്യൂയോർക്കിലെ സ്റ്റോൺവാൾ നാഷണൽ മോണുമെന്റ് വെബ്സൈറ്റിൽ നിന്ന് പൂർണ്ണമായും ട്രാൻസ്ജെൻഡർമാരെ തുടച്ചുമാറ്റി ട്രംപ് ഭരണകൂടം. നാഷണൽ പാർക്ക് സർവീസ് വെബ്സൈറ്റിൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ എന്നിവയെ സൂചിപ്പിക്കുന്ന LGBTQ എന്നത് LGB ആയി ചുരുക്കി. വെള്ളിയാഴ്ച ആക്ടിവിസ്റ്റുകൾ ഈ നീക്കത്തെ ചെറുക്കുകയും ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ ചരിത്രത്തിനായി സമർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പ്രതിഷേധം നടത്തുകയും ചെയ്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ പുരുഷനെയും സ്ത്രീയെയും മാത്രം അംഗീകരിക്കുന്നു എന്ന ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചിരുന്നു. ലെബനിൽ കോൺവോയ് ആക്രമണത്തിൽ UN സമാധാന സേനയുടെ മുതിർന്ന ഡെപ്യൂട്ടി കമാൻഡർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ തുടർന്ന് ലെബൻ പ്രധാനമന്ത്രി നവാഫ് സലാമും ലെബൻ സൈന്യവും യൂണിഫിലിനെതിരായ ആക്രമണത്തിൽ ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. യൂണിഫിന്റെ പരിക്കേറ്റ് ഡെപ്യൂട്ടി കമാൻഡറിന്റെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. UN സമാധാന സേനാംഗങ്ങളുടെ ബെയ്റൂട്ട് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് കമാൻഡറിന്റെ വാഹനം ആക്രമിക്കപ്പെട്ടത്. പ്രയാഗ്രാജിൽ കാറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മഹാ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ 10 തീർത്ഥാടകർ മരിച്ചു. 19 പേർക്ക് പരിക്കേറ്റു. പ്രയാഗ്രാജ് മിർസാപൂർ ഹൈവേയിൽ മെജയിൽ വെച്ചായിരുന്നു അപകടം. ഛത്തീസ്ഗഡിലെ കോർബ ജില്ലയിൽ നിന്നും ത്രിവേണി സംഗമ സ്നാനത്തിന് പോവുകയായിരുന്നു ഇവർ. മധ്യപ്രദേശിലെ രാജ്ഘട്ടിൽ നിന്നും വന്ന ബസ്സാണ് കാറിലിടിച്ചത്. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കൈമാറുമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. നേരത്തെ ഈ ആവശ്യം US തള്ളിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ കൈമാറാനുള്ള 8 പേരുടെ പട്ടിക US കൈമാറി. ഗുണ്ട നേതാക്കളായ അൻമോൾ ബിഷ്ണോയി, ഗോൾഡി ബ്രായ് എന്നിവരും പട്ടികയിലുണ്ട്. NCP നേതാവും മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ബാബ സിദ്ദിഖിന്റെ കൊലപാതക ഗൂഢാലോചനയിലെ മുഖ്യ സൂത്രധാരനാണ് അൻമോൾ. പഞ്ചാബി ഗായകൻ സിദ്ധു മൂസവാല കൊലക്കേസിലെ മുഖ്യപ്രതിയാണ് ഗോൾഡി ബ്രായ്. പാർക്ക് വംശജനായ US പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി 2008 നവംബർ 26 മുംബൈയിൽ 166 പേരുടെ മരണത്തിൽ കലാശിച്ച കൂട്ടക്കൊലയിൽ നിർണായക പങ്കാളിയാണ്. 2013 US ഫെഡറൽ കോടതി 35 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. പകുതി വില തട്ടിപ്പ് കേസിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണം. JDS പഞ്ചായത്ത് അംഗമായ പ്രീതി രാജന് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് പണം കൈമാറിയതെന്ന് പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിലെ പണം നഷ്ടമായ വീട്ടമ്മമാർ ആരോപിക്കുന്നു. സീഡ് സൊസൈറ്റിയുടെ ചിറ്റൂർ കോർഡിനേറ്ററാണ് പ്രീതി രാജൻ. സർക്കാർ പദ്ധതി എന്ന പേരിലാണ് പണപ്പിരിവ് നടത്തിയതെന്നും തട്ടിപ്പിൽ മന്ത്രിയുടെ PAയ്ക്കും പങ്കുണ്ടെന്നും പരാതിക്കാർ ആരോപിച്ചു. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ പഠനം വിലക്കും. നഴ്സിംഗ് കൗൺസിലിന്റേതാണ് തീരുമാനം. കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺ, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽ ജിത്ത്, കോട്ടയം
കോരുത്തോട് സ്വദേശി വിവേക് എന്നിവരുടെ പഠനത്തിനാണ് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം കോളേജിനെ അറിയിക്കും. പ്രതികളായവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷനിൽ ഒതുങ്ങില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. സസ്പെൻഷനിൽ തീരേണ്ട കാര്യമല്ല ഇത്. മറ്റൊരാളും ഇനി ഇത് ചെയ്യാതിരിക്കാനുള്ള സന്ദേശമായി നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ അറിയിപ്പ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേരളം ധനസഹായം ആവശ്യപ്പെട്ടത് ഭരണഘടനാപരമായ അവകാശമാണെന്ന് മന്ത്രി കെ രാജൻ. കേന്ദ്രം അനുവദിച്ചത് ഉപാധികളോടെയുള്ള ലോൺ മാത്രമാണെന്നും പറഞ്ഞു. SASKCI വ്യവസ്ഥ നിബന്ധനകൾ കേരളത്തോടുള്ള ക്രൂരതയാണെന്നും മന്ത്രി പറഞ്ഞു. കൃത്യമായ കണക്കുകളോടെയാണ് കേന്ദ്രത്തിന് മുന്നിൽ കേരളം ആവശ്യം ഉന്നയിച്ചതെന്നും മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നടപടിക്കെതിരെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കേരളത്തെ കളിയാക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന നടപടിയാണ് കേന്ദ്രത്തിൻ്റെതെന്നും തോമസ് ഐസക് പറഞ്ഞു. ഗ്രാന്റ് ചോദിച്ചാൽ വായ്പ തരുന്നുവെന്നും പ്രതിഷേധത്തോടെ വായ്പയെ സ്വീകരിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. എന്നാൽ ആന്ധ്ര അടക്കമുള്ളവർക്ക് പണം നൽകുമ്പോൾ ഈ മാനദണ്ഡം ഉണ്ടായിരുന്നില്ല എന്നും ദീർഘകാലത്തെ വായ്പ തിരിച്ചടപ്പിച്ച് സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിന്റെ വരുതിയിലാക്കാനുള്ള കെണിയാണിതെന്നും ഇതിനെതിരെ പ്രതിഷേധിക്കുമെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. വയനാട് പുനരധിവാസത്തിന് 530 കോടിയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ അഭിനന്ദിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം പലിശരഹിത വായ്പയാണ് നൽകിയിരിക്കുന്നത്. 50 വർഷത്തിനു ശേഷം തിരിച്ചടയ്ക്കുന്ന വേവലാതി ഇപ്പോഴും പിണറായി വിജയന് വേണ്ട. നൽകിയ തുക ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. സമയമാണ് വേണ്ടതെങ്കിൽ അത് ചർച്ച ചെയ്യാം. കേന്ദ്രത്തിന് മുന്നിൽ അത്തരം ആവശ്യം സർക്കാരിന് ഉന്നയിക്കാം. സർക്കാരും MP-മാരും അതിനുള്ള സമ്മർദ്ദം നടത്തണം. നിലവിൽ നൽകിയ തുക ഗ്രാന്റിന് തുല്യമാണ്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 109.11 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.67 രൂപ, ഒരു യൂറോ 90.88 രൂപ, ഒരു പൗണ്ട് 1.26 US ഡോളർ. ഇനി സ്പോർട്സ്. വനിതാ പ്രീമിയർ ലീഗിന്റെ 3ാം സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ഗുജറാത്ത് ജയൻസ് ഉയർത്തിയ റൺമല അനായാസം കീഴടക്കി നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വിജയത്തുടക്കം. റണ്ണൊഴുക്കിക്കൊണ്ട് ശ്രദ്ധേയമായ ആവേശകരമായ മത്സരത്തിൽ 6 വിക്കറ്റിനാണ് RCB ഗുജറാത്തിനെ തകർത്തത്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസെടുത്തു. 9 പന്തും 6 വിക്കറ്റും ബാക്കിയാക്കി RCB അനായാസം വിജയത്തിലെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂറോപ്പിനെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. യൂറോപ്യൻ രാഷ്ട്രീയത്തിന്റെ മൂല്യം തകർന്നതായി JD വാൻസിന്റെ ശാസന. UK-യിൽ കൂടുതൽ US വ്യാപാര നികുതികൾക്ക് വിധേയമാകുമെന്ന ആശങ്കയിൽ. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കത്തിൽ UK-ക്കെതിരെ വാറ്റ് അടിച്ചേൽപ്പിക്കാൻ നീക്കം. UK-യിലുടനീളമുള്ള കയറ്റുമതി ബിസിനസ്സുകൾ ആശങ്കയിൽ. അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ അമേരിക്ക തിരിച്ചയക്കുന്ന 119 ഇന്ത്യക്കാരുമായുള്ള US സൈനിക വിമാനങ്ങൾ ഇന്നും നാളെയുമായി ഇന്ത്യയിലെത്തും. ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കിയ ലോകരാജ്യങ്ങൾക്കായുള്ള US സഹായ ഫണ്ടിംഗ് മരവിപ്പ് താൽക്കാലികമായി പിൻവലിക്കാൻ ഫെഡറൽ ജഡ്ജി ഉത്തരവ്. തീരുമാനം നടപ്പാക്കാൻ 5 ദിവസത്തെ സമയപരിധി നൽകി ഫെഡറൽ കോടതി. നാറ്റോ അംഗത്വത്തിലേക്കുള്ള പാതയിലാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നിലപാട് വ്യക്തമാക്കി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഉക്രൈന്റെ ഭാവി ചൊല്ലി യൂറോപ്പും US തമ്മിൽ ഭിന്നത രൂക്ഷം. UK പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ടൗണിംഗ് സ്ട്രീറ്റിലെ കുശിനിക്കാരും പണിമുടക്കിലേക്ക്. ക്ലീനർമാരും കാറ്ററിംഗ് ജീവനക്കാരും ശമ്പളത്തിനും വ്യവസ്ഥകൾക്കും വേണ്ടി പണിമുടക്ക് നടത്തുക നീണ്ട 1 മാസം. 8 വർഷം മുമ്പ് ഗോവയിലെ ഐറിഷ് യുവതി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട കേസിൽ പ്രതി വികാസ് ഭഗവത് കുറ്റക്കാരനാണെന്ന് തെക്കൻ ഗോവ ജില്ലാ സെഷൻസ് കോടതി. പ്രതിക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. കുട്ടികൾക്ക് ശ്വാസതടസ്സം. അയർലൻഡിൽ 10,000-ത്തിലധികം സൂത്തറുകൾ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ന്യൂയോർക്കിലെ സ്റ്റോൺവാൾ നാഷണൽ മോണുമെന്റ് വെബ്സൈറ്റിൽ നിന്നും പൂർണ്ണമായും ട്രാൻസ്ജെൻഡർമാരെ തുടച്ചുമാറ്റി ട്രംപ് ഭരണകൂടം. വെബ്സൈറ്റിൽ LGBTQ എന്നത് LGB-ആയി ചുരുക്കി. പ്രയാഗ്രാജിൽ കാറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ 10 തീർത്ഥാടകർ മരിച്ചു. 19 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് ഛത്തീസ്ഗഡിലെ കോർബയിൽ നിന്നുള്ള സംഘം. റാഗിങ്ങിൽ ആജീവനാന്ത വിലക്ക്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ പഠനം വിലക്കും. നഴ്സിംഗ് കോളേജിന്റേതാണ് തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേന്ദ്രം അനുവദിച്ചത് ഉപാധികളോടെയുള്ള ലോൺ മാത്രമെന്ന് മന്ത്രി കെ രാജൻ.
വയനാട് പുനരധിവാസത്തിന് 530 കോടിയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ അഭിനന്ദിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TV എൻജോയ് ചെയ്യുക.